ആ സൈസുള്ള പുലിനെയാണ് മോഹൻലാൽ ചെറിയ കമ്പുമ്മ കുത്തിയിരുത്തത്. എന്താണല്ലേ ആ പറഞ്ഞത് ശരിയാണ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് പുലീനെയും കടുവേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ തൃശ്ശൂരുള്ള സൂ ആൻഡ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ പുത്തൂരത്തെ സൂ ഓപ്പൺ ആവാൻ പോകുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ വരുന്ന ഒക്ടോബർ 28 ആ മ്യൂസിയത്തിൻ്റെ ഇനാഗുറേഷൻ വരുന്നത്. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള ചെമ്പുക്കാവിലുള്ള ഈ സൂ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നോർത്ത് വന്നതാണ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചേട്ടായി പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മ്യൂസിയത്തിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇവിടെ ഇനി നമുക്ക് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പോണത് പുത്തൂരത്തെ സൂവിലായിരിക്കും കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള പുത്തൂരാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിയുടെ നടുക്ക് തന്നെയാണ്. പക്ഷേ പുത്തൂരത്തെ സൂ നമ്മൾ ആ ഏരിയ നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറാണ്. മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ആ സൂ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഏരിയയും അതുണ്ട്, നല്ല ഏക്കർ കണക്കിന് പ്ലേസും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൂവിലേക്ക് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാത്തിനെയും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇനി ഇവിടെ കാണാനായിട്ട് കുറച്ച് മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. മിക്ക കൂടുകളും വേക്കൻ്റായിട്ട് തന്നെ കിടക്കുകയാണ്. അവിടെയൊക്കെ ഒരു ഒട്ടകപ്പക്ഷിയുടെയൊക്കെ ഇതുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പം ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണമൃഗമാണ് കേട്ടോ ഇപ്പോൾ കാണാനായിട്ടുള്ളത്. കുറേ കൃഷ്ണമൃഗങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. മാൻ പോലത്തെ ഒരു മാനിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് അത്. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ, സ്റ്റെപ്പല്ല, ഇതൊരു പാലം പോലെയാണ്. സ്റ്റെപ്പ് കയറി ഇറങ്ങി അപ്പുറത്തോട്ട് താഴത്തോട്ട് പോകാം കേട്ടോ. അവിടെയാണെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് മാനിൻ്റെയൊക്കെ ആദ്യമൊക്കെ വരുമ്പോൾ ഇവിടെ മാനുകൾ കുറേ ഉണ്ടാവാറുണ്ടായിരുന്നു. ആ ഷെഡിലൊക്കെ ആയിട്ടൊക്കെ മാനുകളും മാൻകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, അവരെയൊക്കെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു മരം കണ്ടു. ഈ മരം എന്ന് പറയുന്ന ഒരു കുടം കമഴ്ത്തി വെച്ച പോലത്തെ കായൊക്കെ ഉള്ളൊരു പ്രത്യേകതരം മരമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ കായയും പൂവൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആ പൂവിനാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ അതാ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ വരുന്നത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഹിപ്പോപ്പൊട്ടാമസ് അവിടെ തന്നെയുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. വെള്ളത്തിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ പകുതി മുക്കാലും വെള്ളത്തിൽ മുങ്ങി കിടക്കുവാണ്. ചൂടല്ലേ, അതുകൊണ്ടാണ് കൂടുതലും വെള്ളത്തിൽ കിടക്കേണ്ടാവുക. മിക്കപ്പോഴും ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ തന്നെയാണല്ലോ അല്ലേ, അതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. 2 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ മൃഗങ്ങളെയൊന്നും ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഏകദേശം ലാസ്റ്റൊക്കെ ആയിട്ടായിരിക്കും ഇവരെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലക്കുളമാണ്. ഇത് മുതല കിടക്കുന്ന സ്ഥലമാണ്. ഇതിനകത്ത് മുതലുണ്ട്, ഒരെണ്ണം ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിൽ കൂടി കാണാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. നമുക്ക് നേരിട്ട് തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വാല് മാത്രമൊക്കെ ആയിട്ടേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ നമ്മൾ നടന്ന് പോയപ്പോൾ പിന്നെ സൈഡിലൊക്കെ കൂടൊക്കെ വേക്കൻ്റായി കിടക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കപ്പലിൻ്റെ ഒരു ഇതാണത്, കപ്പലായിരുന്നു. അതവിടെ എടുത്തു വെച്ചേക്കുവാണ്. അതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ. അത് ജസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാഹുബലിയിലെ കാളയൊക്കെ ആയിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയൊന്നും ഒന്നുമില്ല. ഇത് ഒരു ചെറിയ ഒട്ടകപ്പക്ഷി മാത്രമാണുള്ളത് കേട്ടോ. ഒട്ടകപ്പക്ഷിയല്ല, 2-3 ഒട്ടകപ്പക്ഷികൾ പോലത്തെ പക്ഷികളാണ് ഉള്ളത്. ബാഹുബലിയിലെ കാളേനെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. 2-3 ടൈപ്പ് കാളകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇവിടെ കണ്ടോ. ഈ കൂടുകളിലാണെങ്കിലൊക്കെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ മെയിൻ ആൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാട്ടിലെ രാജാവ് ഇവിടെ തന്നെയുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. നമ്മുടെ സിംഹം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്.
ഇവിടുത്തെ സിംഹം കുറച്ച് വയസ്സായ സിംഹമാണ് കേട്ടോ. നമ്മൾ മുമ്പ് വന്നപ്പോഴും അങ്ങനെ അധികം നടക്കാനൊന്നും പറ്റാത്തൊരു സിംഹമാണ്. നടക്കും, എന്നാലും കുറച്ച് വയസ്സായെന്ന് തോന്നുന്നു. എപ്പോഴും കിടപ്പൊക്കെ തന്നെയാണ്. പിന്നെ ആണെങ്കിൽ കടുവയുണ്ട്. ഈ കടുവേനെ കുറിച്ചാണ് ചേട്ടായി ആദ്യം പറഞ്ഞത് കേട്ടോ. പുലിമുരുകനിൽ മോഹൻലാൽ ചെറിയ കോലുകൊണ്ട് വീഴ്ത്തിയിടുന്ന ഒരു ഈ ഇത്രയും വലിയ കടുവേനെയാണ് അങ്ങനെ കൊല്ലുന്നത്. സിനിമയിലൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഉണ്ടോ, സിംഹമുണ്ട്, കടുവയുണ്ട്. അവരെയൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. സിംഹവും കടുവയൊക്കെ പതുക്കെ കൊണ്ടുപോകുള്ളായിരിക്കും. ഇനാഗുറേഷനോട് അടുപ്പിച്ചൊക്കെ കൊണ്ടുപോകുള്ളായിരിക്കും. പിന്നെ അവിടെ ഉള്ളത് മയിലാണ്. ഒരു 2-3 മയിലുണ്ട്. മയിലിനെ ഒന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. ഏകദേശം നമ്മുടെ ഒക്ടോബർ മാസം 28-ാം തീയതിയാണ് പുതിയ സൂവിൻ്റെ ഇനാഗുറേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു 2 ദിവസം മുമ്പാണ് പോയത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ മയിലിനെ കുറച്ച് നേരം കണ്ടു. പിന്നെ പുള്ളിപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് വന്നപ്പോൾ. ചെറിയൊരു പുള്ളിപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പോൾ കാണുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നിറച്ച് മങ്കീസൊക്കെ ഉള്ള കൂടായിരുന്നു ഇത്. ഇവിടെ മങ്കികളൊന്നുമില്ല. മങ്കികളെയൊക്കെ നേരത്തെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ കണ്ടോ, ഈ കുളമൊക്കെ വേക്കൻ്റായിട്ട് തന്നെ കിടക്കുവാണ്. ഇവിടെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും ഇപ്പോൾ വെള്ളം പോലും ഇല്ല. അതൊക്കെ അങ്ങനെ തന്നെ കിടക്കുവാണ്. എങ്കിലും ആൾക്കാരുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഉള്ളത് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി പുതിയൊരു ലോകമല്ലേ, അപ്പോൾ അവിടേക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് കാണുന്നുണ്ട്. പിന്നെ പാമ്പുകളെ ഒന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. മലമ്പാമ്പൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സ്നേക്ക് പാർക്ക് പോലെ കുറേ പാമ്പുകളുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടുത്തെ പാമ്പുകളെയൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ കൂടുതലായിട്ടും മൂർഖനൊക്കെ തന്നെയാണ് ഉള്ളത്. കണ്ടോ, ചേരപ്പാമ്പുണ്ട്. അത് ചേരപ്പാമ്പാണ്. പിന്നെ ഉണ്ടായിരുന്നത് മൂർഖൻ, പിന്നെ മണ്ണ് പാമ്പ്, അണലി, അങ്ങനെ 8 അടി മൂർഖൻ, അങ്ങനെ കുറേ മൂർഖൻ്റെ തന്നെ കുറേ ഉണ്ടായിരുന്നു. മിക്ക കൂടുതലും മൂർഖൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാമ്പുകൾക്ക് ഇഴയാൻ പറ്റിയ രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കമ്പുകളും ഒക്കെ ആയിട്ട്, പിന്നെ മണ്ണും അങ്ങനെയായിട്ട് അവർക്ക് ഇഴഞ്ഞ് നടക്കാൻ പറ്റുന്നൊരു ഏരിയ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില്ലിൻ്റെതാണ്. അവർക്ക് ഒരിക്കലും പുറത്തേക്കൊന്നും വരാൻ പറ്റില്ല. അത്രയും സേഫായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ പാമ്പുകൾക്കൊക്കെ ഇപ്പോഴും വിഷം ഉണ്ടാവും അല്ലേ, കാട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കും. പിന്നെ അതായത് കണ്ട ഒരു കറുത്ത പാമ്പാണ്, കരിമൂർഖനാന്ന് തോന്നുന്നു. പിന്നെ മൂർഖൻ്റെ തന്നെ കുറേ വലിയ മൂർഖനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇഴഞ്ഞ് വരുന്നുണ്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് പേടിയാവും കാണുമ്പോൾ തന്നെ അല്ലേ. ഇങ്ങനെ കണ്ടോ, പത്തി വിടർത്താനുള്ളൊരു ശ്രമത്തിലൊക്കെയാണ് മൂർഖൻ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മൾ ഒരുപാട് വീഡിയോ ഒന്നും അതുകൊണ്ട് പാമ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. കണ്ടോ, കുറേ പാമ്പുകളുണ്ട്. മണ്ണിൽ പൂണ്ടൊക്കെ കിടക്കുകയാണ് പാമ്പുകൾ. പിന്നെ ഒരു പാമ്പാണെങ്കിൽ ഇതാ രക്ഷപ്പെടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിൻ്റെ പുറത്ത് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. അങ്ങനെയൊക്കെ നമ്മൾ പാമ്പുകളുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എന്തായാലും നമ്മുടെ തൃശ്ശൂർ സൂവിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുത്തൂർ വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി ഒക്ടോബർ 28-ാം തീയതിയാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ വരുന്നത്, ഇന്നാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.